ഇന്നൊരു അറബി കറി, അറബികൾ വയ്ക്കുന്ന ചിക്കൻ കറി. വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ ചതച്ച് പിഴിഞ്ഞ് കളയും. നമ്മൾ വെളുത്തുള്ളി ചതച്ച് പിഴിഞ്ഞൊന്നും കളയത്തില്ല. വെളുത്തുള്ളിയുണ്ട്, പിന്നെ മസാലക്കൂട്ടുണ്ട്, ഇതെല്ലാവരുടെ മസാലക്കൂട്ട്, പിന്നെ പച്ചമുളക്, ക്യാപ്സിക്കം മുളക്, ഉരുളൻകിഴങ്ങ്, കാരറ്റ്, ഉള്ളി, ഈ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് നമുക്ക് തയ്യാറാക്കാം. ഓക്കെ. അവിയൽ കടുകൊന്നും ഇടത്തില്ല. നമ്മൾ കടുക് ഇത്തിരി ഇട്ട് കടുക് പൊട്ടാൻ സാവകാശം കൊടുത്ത് കടുക് പൊട്ടി ഇനി വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ടൊന്ന് ഇളക്കണം. അവർ വെളുത്തുള്ളി ഇടിച്ച് പിഴിഞ്ഞ് കളയും. നമ്മൾ ഇടിച്ച് പിഴിഞ്ഞൊന്നും കളയില്ല. നമുക്കിവിടെ കഴിക്കണ്ടേ ഇതെന്ന് പറഞ്ഞാൽ. ഇനി ഉള്ളി ഇടാം. ഞാൻ കോപ്പി അടിച്ചൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഞാൻ ചെയ്ത ജോലിയാണ്. ഇത് കുവൈറ്റിലെ മാമയുടെ കറി. അടുത്ത് കിഴങ്ങെല്ലാം കൂടെ ഇടാം. പൊട്ടറ്റോ, കാരറ്റ്, ക്യാപ്സിക്കൽ മുളക്, പിന്നെ നമുക്ക് കഴിക്കണമെങ്കിൽ ഇച്ചിരി എരിയുള്ള മുളകും കൂടെ ഇട്ട്. അവർ എരി കൂട്ടത്തില്ലല്ലോ, അവരെരി കൂട്ടത്തില്ല. അവരിങ്ങനെ അങ്ങോട്ട് വെക്കത്തേ ഉള്ളൂ. ഇനി മസാല ഇടാം. അപ്പോൾ ചിക്കൻ മസാല, അവരെ മീൻ കറിക്ക് എല്ലാം ഒരു മുളക് പൊടി ഇച്ചിരി എടുത്ത്, ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മളെടുത്ത് നമുക്ക് കഴിക്കണമല്ലെന്ന് എടുത്തിട്ട് അവർ എരി ഒട്ടും കഴിക്കത്തില്ല. എരിയായാൽ എരിക്കുന്നേന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. ഇത് നമുക്കിവിടെ കഴിക്കാൻ കറിയിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ വലിയൊരു ഗൾഫുകാരിയാണെന്ന്. അല്ല, എനിക്ക് ഇളവില്ലാത്ത ജോലിയാണ് അടുക്കള ജോലി. ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാത്ത ജോലിയായിരുന്നു. പക്ഷേ എല്ലാവരെയും സഹായിച്ചാണ് ഞാൻ ഇപ്പോൾ രോഗിയായിപ്പോയത്. ഇനി നമുക്ക് തക്കാളിക്ക ഇടാം. ഞാൻ ചെയ്തതുപോലെ അവിടെ വെച്ചതുപോലെയാണ് ഞാൻ വയ്ക്കുന്നത്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, പറഞ്ഞു തരണം. എങ്ങനെയാണെന്ന് കമൻറ്റിൽ കൂടി ഇങ്ങനെയല്ല എന്ന് പറയണം. ഞാൻ അവിടെ വെച്ചതുപോലെയാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ശരിക്കും ഒഴിക്കും, കാരണം ഇതെല്ലാം വേവണ്ടേ. ഉപ്പിട്ടില്ലായിരുന്നു, ഉപ്പിടുന്ന കാര്യം മറന്നുപോയായിരുന്നു. പിന്നെ ക്യാമറമാൻ ഇച്ചിരി ഉപ്പെടുത്ത് തന്ന്, അന്നേരം ഉപ്പുമായി. ഇനി അടച്ച് വെച്ച് ഒന്ന് തിളച്ചിട്ട് ഇറച്ചി കഷ്ണം ഇടാം. തീർച്ചയായും വലിയ കഷ്ണങ്ങളാണ്. ചെറിയ കഷ്ണമൊന്നും അവരാരും തിന്നത്തില്ല. ഒരു കോഴിയെ രണ്ടായിട്ട് മുറിച്ചാണ് തിന്നുന്നത്. ആടാണെങ്കിലും മുഴുവനോടെ പുഴുങ്ങിയാണ് തിന്നുന്നത്. എൻ്റെ പൊന്നേ, പിന്നെ നമ്മളൊക്കെ കൂടെ നിന്നൊക്കെ തിന്ന് പോകുമെന്ന്. നമുക്ക് വിശക്കുമ്പോൾ പിന്നെ തിന്നല്ലേ ഒക്കത്തുള്ളൂ. ഒക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് കുവൈറ്റിലെ മാമയുടെ കറി, ഇത് കുവൈറ്റുകാരുടെ കറി. നല്ലതുപോലെ വേകണം ഇതിന്. എല്ലാം അതുപോലെ തന്നെ ഒത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നേ ദൈവമേ. ഓക്കെ, ഇനി വെന്തിട്ട് കാണിക്കാം. ഓക്കെ. അറബിക്കറി കോരുന്നു. അറബി മാമയൊക്കെ വെക്കുന്ന കറിയാണ്. നമ്മൾ വെക്കുന്നവരെ ചുമന്നിരിക്കത്തില്ല. അത് അവിടുത്തെ മസാലയുടെയാണ് വെളുത്തിരിക്കുന്നത്. കഷ്ണമൊക്കെ വെളുത്തേ ഇരിക്കുള്ളൂ. നമ്മളിവിടെ വെക്കുന്നതാണ് വറുത്തൊക്കെ വെക്കുന്നത് കറി. ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വെച്ചതാണ്. അവിടെ പാചകമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്തതാണ് മാമയുടെ കറി. ഓക്കെ.